നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് രണ്ടാം ദിവസവും തുടരുകയാണ്. ED നോട്ടീസ് നൽകിയ പ്രകാരം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ PK ഷാൻ എന്നിവർ ഇന്ന് EDക്ക് മുൻപിൽ ഹാജരായിട്ടുണ്ട്. ഇന്നലെ EDക്ക് മുൻപിൽ ഹാജരായ മുൻ MP PK ബിജുവിൽ നിന്ന് അന്വേഷണ സംഘം മണിക്കൂറുകൾ മൊഴിയെടുത്തു. രാവിലെ 10:15 ഹാജരായ ബിജുവിന്റെ മൊഴിയെടുക്കൽ രാത്രി 7:30 അവസാനിച്ചത്. ചോദ്യം ചെയ്യൽ ഏതാണ്ട് 9 മണിക്കൂറിലേറെ നീണ്ടു. എന്നാൽ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടില്ലെന്നും ബിജുവിനെ ഇനിയും വിളിപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയതായാണ് സൂചന. അന്വേഷണ സംഘം ചോദിച്ചതിനെല്ലാം കൃത്യമായി താൻ മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് PK ബിജു പറയുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ബിനാമി വായ്പകൾ നൽകിയതായി PK ബിജുവും തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ PK ഷാജനും ചേർന്നുള്ള അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ CPMൽ നിന്ന് തന്നെ പുറത്താക്കിയത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ PK ബിജുവിൽ നിന്ന് മൊഴിയായി ശേഖരിക്കുകയാണ് EDയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. കരുവന്നൂർ കേസിൽ അറസ്റ്റിലായ തൃശൂർ കോലഴി സ്വദേശിയും പണം പലിശയ്ക്ക് കൊടുക്കുന്നയാളുമായ P സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട ഒരു മുൻ MPക്ക് കേസിൽ ബന്ധമുണ്ടെന്ന് ED കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കേസിൽ മാപ്പുസാക്ഷിയാകുമെന്ന് കരുതുന്ന സതീഷ് കുമാറിന്റെ ഇടനിലക്കാരനും CPM അംഗവുമായ KA ജിജോറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ഇത് PK ബിജുവാണെന്ന രീതിയിൽ വൻ പ്രചാരം നടന്നിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കുകയോ മുൻ MPയുടെ പേര് ഇതുവരെ ED വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതേസമയം CPMന് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് ED കണ്ടെത്തിയതിനെ തുടർന്നാണ് MM വർഗീസ്, PK ഷാജൻ എന്നിവരെ ED ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ MM വർഗീസിനോട് ED ചോദിച്ചറിയും. നേരത്തെ 26 വരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വർഗീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ED നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ബാങ്കിൽ ബെനാമി ഇടപാടുകളും വായ്പകളുടെ കമ്മീഷനും പല അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ED കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ചും PK ഷാജിനോട് വിവരങ്ങൾ തേടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗമായിരുന്നു കൌൺസിലർ PK ഷാജൻ. അതേസമയം കരുവന്നൂർ പ്രശ്നം ED വീണ്ടും സജീവമാക്കുന്നു എന്ന സൂചന കിട്ടിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി മുന്നറിയിപ്പില്ലാതെ നേരിട്ട് പാർട്ടി ഓഫീസിലെത്തി അരമണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു. ഇത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട ചർച്ചയാണെന്ന് മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ കമ്മിറ്റി നിഷേധക്കുറിപ്പും ഇറക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്താനായി മുഖ്യമന്ത്രി എത്തിയതാണെന്നായിരുന്നു വിശദീകരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.